ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസണിൽ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ മികച്ച പ്രകടനമാണ് ബാഴ്സലോണ നടത്തിയിട്ടുള്ളത്. പക്ഷേ ചില പൊസിഷനുകൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അത് ഹാൻസി ഫ്ലിക്ക് സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോയോട് പറയുകയും ചെയ്തിരുന്നു. അതിന് പ്രകാരമാണ് ഗോൾ കീപ്പറായ ജോയൻ ഗാർഷ്യയെ ഇപ്പോൾ FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ ചോദ്യങ്ങൾ ഡെക്കോയോട് ചോദിക്കപ്പെട്ടിരുന്നു. നിക്കോ വില്യംസ് വരുമോ, അതല്ലെങ്കിൽ റൊണാൾഡ് അരൗഹോയെ ക്ലബ്ബ് ഒഴിവാക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. നിക്കോ വില്യംസ് ബാഴ്സയിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ഡെക്കോ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: നിക്കോക്ക് ബാഴ്സയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. മറ്റു പല താരങ്ങളെപ്പോലെയും ബാഴ്സയിലേക്ക് വരാൻ വലിയ ആഗ്രഹമുള്ള താരമാണ് അദ്ദേഹം. കണ്ടീഷനുകൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഡീൽ പൂർത്തിയാക്കും. ഇതാണ് ഡെക്കോ പറഞ്ഞിട്ടുള്ളത്. നിക്കോ വില്യംസ് FC ബാഴ്സലോണയുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. 6 വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക. 7-8 മില്യൺ ആയിരിക്കും അദ്ദേഹത്തിന് ആ ഒരു സാലറി ആയിക്കൊണ്ട് വർഷം ലഭിക്കുക എന്നതും സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അത്ലറ്റിക് ക്ലബ്ബുമായാണ് ഇനി FC ബാഴ്സലോണ ധാരണയിൽ എത്തേണ്ടത്. അതേസമയം പ്രതിരോധ നിരയിലെ ഉറുഗ്വൻ താരമായ റൊണാൾഡ് അരൗഹോയെ ഈ സമ്മറിൽ വിൽക്കുമോ എന്ന് ഡെക്കോയോട് ചോദിച്ചിരുന്നു. അതിന്റെ മറുപടി അദ്ദേഹം നൽകിയത് ഇപ്രകാരമാണ്: ഞങ്ങൾക്ക് 5 സെന്റർ ബാക്കുമാർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ പുറത്ത് പോകേണ്ടി വരും. കാരണം ആ പൊസിഷനിൽ താരങ്ങൾ ഓവറാണ്. പക്ഷേ പുറത്തു പോകുന്ന താരം അത് റൊണാൾഡ് അരൗഹോ അല്ല. കഴിഞ്ഞ വർഷം അനർഹമായ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് അദ്ദേഹം. ഇതാണ് അരൗഹോയെ കുറിച്ച് ഡെക്കോ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഉറുഗ്വൻ താരത്തെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ക്ലബിനകത്ത് തന്നെ തുടരും. അദ്ദേഹത്തിന് സമീപകാലത്ത് ലഭിച്ച വിമർശനങ്ങൾ അത് അന്യായമാണ് എന്നൊക്കെയാണ് ഡെക്കോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും FC ബാഴ്സലോണ നിക്കോ വില്യംസിന്റെ ഡീൽ അത് അധികം വൈകാതെ തന്നെ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.